എടാ ദാസാറ് രഘുവിന് ഗാർമെന്റ്സ് ഫാക്ടറി ഒക്കെ വാങ്ങിച്ചു കൊടുത്തെന്ന് കേട്ടല്ലോ, നീ അറിഞ്ഞോ? ആ കേട്ടു. നാളെ അനന്തമാഷ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ പോവല്ലേ? അല്ല, നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, അത് ചെറിയ രീതിയിൽ വല്ല ഓപ്പൺ ചെയ്യുന്നതാവും. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ വിളിച്ചേനെ. എടാ, ആനന്ദമാഷിന്റെ കുടുംബം നിന്നെ പൂർണ്ണമായിട്ടും തഴഞ്ഞിരിക്കുക. അത് മനസ്സിലാക്കാതെ നീ ആ അനുപമയുടെയും മാഷിനെയും പുറകെ നടക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. രഘുവാണല്ലോ വിളിക്കുന്നത്. ഓ ആ രഘു. ആ ഇന്ദിര, നിന്നെ നേരിട്ടുണ്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ തിരക്കിനിടയിൽ പറ്റിയില്ല. ഞാൻ നാളെ ഒരു ഗാർമെന്റ്സ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു രഘു. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇന്ദിര. പിന്നെ നാളെ അമ്മാവൻ വിളക്കൊളുത്തുന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ഫംഗ്ഷൻസ് ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും വേണ്ടി ഒരു ഫംഗ്ഷൻ നടത്താന്ന ദാസങ്ങൾ പറയും. അത് മതി രഘു. ഫംഗ്ഷൻ ഒന്നും വെച്ചില്ലെങ്കിലും ഓപ്പൺ ആയതിനു ശേഷം ഞാൻ ഒരു ദിവസം കൂടെ ഇറങ്ങാം. ഓക്കെ ഇന്ദിര, സന്തോഷം. ഞാൻ വെക്കട്ടെ ഇന്ദിര. ശരി, ഓക്കെ, ബൈ. ശരി എന്നാ. എടാ എടാ, ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തവന്റെ സ്ഥാപനത്തിലേക്ക് നീ എന്തിനാടാ ചെല്ലാമെന്ന് പറഞ്ഞത്? അവനെ സുഖിപ്പിച്ചിട്ട് നിനക്ക് എന്താടാ നേട്ടം? ഒരു വാക്കല്ലേ അമ്മേ, അതുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ലല്ലോ. ഓ, നിന്റെ ജന്മം തന്നെ തൊലച്ച കുടുംബം അത്. അതിലൊരുത്തിനോട് ഒരു വാക്കുപോലും നീ അനുകൂലമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല. അതിന് എന്റെ ജന്മം തുറഞ്ഞു പോയെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. പലരുടെയും ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ട്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി പുതിയ കല്യാണവും പുതിയ ജീവിതമൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാം. ശരി അമ്മേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അമ്മ ചെല്ല് ചെല്ല്, പോ. അല്ല ശബരി, രഘു എന്താ ഗാർമെന്റ്സിന്റെ പേര് മാറ്റാത്തെ? പണ്ടവൻ മഹാലക്ഷ്മി ഗാർമെന്റ്സ് എന്ന പേരിലല്ലേ സ്ഥാപനം നടത്തിയിരുന്നേ? ആ സ്ഥാപനമല്ലേ തീ പിടിച്ച് നശിച്ചത്, പിന്നെയോ ആ പേര് ആരെങ്കിലും ഇടുവോ? എന്നാലും അതവന്റെ മോളുടെ പേരല്ലേ. ഗാർമെന്റ്സ് ആരോ തീയിട്ട് നശിപ്പിച്ചെന്ന് വെച്ച് ആ പേര് വേണ്ടെന്ന് വെക്കാവോ? അതൊക്കെ എന്തിനാ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്? ഏത് പേരിലായാലും വിൽക്കുന്ന സാധനത്തിന്റെ ഗുണനിലവാരം നോക്കി ആളുകൾ വാങ്ങും. മയൂരി ഗാർമെന്റ്സ് എന്ന പേര് രഘുവേട്ടൻ മാറ്റാത്തത് അതൊരു ബ്രാൻഡ് നെയിം ആയതുകൊണ്ടാച്ചാ. അത് കിട്ടിയത് രഘുവേട്ടന്റെ ഭാഗ്യ. അതാ ആ ബ്രാൻഡ് നെയിമിനും കൂടിയാ രഘു കാശ് കൊടുത്തേ. അവനെ ബിസിനസ് നന്നായി അറിയുന്നവനാ. അവസാനം മയൂരി ബ്രാൻഡ് കാരണം ശബരിയേട്ടന്റെ സ്ഥാപനം പൂട്ടിപ്പോകാതിരുന്നാ മതിയായിരുന്നു. അതെങ്ങനെയതേ? ശബരിയുടെ കമ്പനി എത്ര കാലമായിട്ടുള്ളത്? ആദ്യം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അങ്ങനെ പറഞ്ഞോളൂ കേട്ടത്തി. വേറൊരാൾ വന്ന നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്നത് ആത്മവിശ്വാസം ഇല്ലായ്മയാ. ചിലരതിനെ അസൂയെന്നും പറയും. ദേ ധനേട്ടാ, അനാവശ്യം പറയരുത്. രഘുവേട്ടനെ എന്റെ ചേച്ചിയുടെ ഭർത്താവാ, പിന്നെ എന്തിനാ എനിക്ക് അവരോട് അസൂയ തോന്നുന്നേ? അസൂയ നിങ്ങൾക്കാ. അശോകേട്ടൻ 50 ലക്ഷം രൂപയായി ദുബായിന്ന് വരുന്നെന്ന് കേട്ടപ്പോ ഉറക്കം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കല്ലേ? ധനേട്ടന് ഉറക്കം നഷ്ടപ്പെട്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ എന്താ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാറുണ്ടോ?
ഇത്രയ്ക്ക് ചീപ്പായി സംസാരിക്കരുത്. നിന്റെ സംസാരത്തിന് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ആ ആരത്തിന്റെ മുമ്പിൽ നിന്നേ അന്റെ ആവശ്യ കാര്യങ്ങൾക്ക് തർക്കിക്കരുത് വാസന്തി. അച്ഛാ, ദയ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നതൊന്നും എനിക്ക് അങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ ദയെ ഇൻസൾട്ട് ചെയ്തതോ? ആ, ഞാനൊരു തമാശ പറഞ്ഞല്ല അച്ഛാ. തമാശയെ ആസ്വദിക്കുന്നവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ. വീടച്ച പോട്ടെ. ആ പിന്നെ നാളെ അച്ഛന് രഘുവേട്ടന്റെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പോയിക്കൂടെ? ഞാൻ പറഞ്ഞില്ലേ, നാളെ അവിടെ ഉണ്ടാകേണ്ടത് നീയും ദയുവാ. ശബരേട്ടൻ പോയിക്ക, ഞാൻ എങ്ങോട്ടും ഇല്ല. അതെ, വേണമെങ്കിലേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ കൂട്ടിക്കോ. സാധന അത്. അവൾ അങ്ങനെയൊക്കെ പറയും. നാളെ നിങ്ങൾ രണ്ടാളും തന്നെ പോയാ മതി. അപ്പൊ ശരി. കുറച്ച് കറിയും കുടിച്ചു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കില്ല ദികെ. നീ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്ന് വല്ല അസുഖവും വരുത്തി വെക്കല്ലേ. എന്നാലും രഘു നമ്മളെ മാത്രം ക്ഷണിച്ചില്ലല്ലോ ഏട്ടാ. എത്ര വേഗം എല്ലാവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോയത്. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ടല്ലോ ദികെ. അവൻ ഓരോ തിരക്കിനിടയിൽ വിട്ടുപോയതാകും. അതല്ലെങ്കിൽ അധികം ആരെയും ക്ഷണിക്കാതെയുള്ള ചടങ്ങായിരിക്കും. എത്ര ചെറിയ ചടങ്ങാണെങ്കിലും മാഷിന്റെ മക്കളും മരുമക്കളും വരാതിരിക്കൂ ഏട്ടാ. വിനയനും ചേരുവും നിയമപരമായിട്ട് പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. മാഷിനെങ്കിലും രഘുവിനെ ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നു. ചീരു പറഞ്ഞത് നമ്മളെ ക്ഷണിക്കുന്നാണല്ലോ. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ വിചാരിച്ചത് മാഷിനെയും ദാസാറിനെയൊക്കെ ഒരുമിച്ച് കണ്ട് വിനയന്റെ കാര്യം പറഞ്ഞ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്ത് എന്റെ മോനെ രക്ഷിക്കുമെന്ന്. ആ പ്രതീക്ഷ പോയല്ലോ ഏട്ടാ. നീ ഇങ്ങനെ തളരാതെ ലതികെ. നാളെയല്ലേ ചടങ്ങ്. അവസാന നിമിഷം ചീരുവെങ്കിലും നമ്മുടെ കാര്യം ഓർക്കും.